ഞങ്ങളിന്ന് കുറച്ച് കപ്പയെല്ലും ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പം ഇന്ന് ചിന്നു കപ്പയെല്ലും ഒക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞായിരുന്നു. ആ കഴിഞ്ഞ ആഴ്ച മേടിക്കാൻ വിചാരിച്ചാൽ മേടിച്ചില്ല. അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും മേടിച്ചു. കപ്പയെല്ലും കൂടി സെറ്റാക്കാൻ വേണ്ടി. അപ്പോൾ ഞാനതൊന്ന് നേരാക്കാണ്. കട്ടിയ കപ്പയെ കാണിച്ചു കൊടുക്കല്ലായിരിക്കും. ഞാൻ ഞങ്ങളുടെ കപ്പ ഞാൻ മേടിച്ചു തന്നാണ് കപ്പ. ഞങ്ങളുടെ കൊള്ളിന്ന് പറയട്ടെ. നിങ്ങളോട് എന്താ പറയാ? നിങ്ങളോട് പറയണതൊക്കെ കമന്റ് ഇടണം കേട്ടോ വീഡിയോ കണ്ടു കഴിയുമ്പോൾ. ഞങ്ങളുടെ കപ്പ അല്ല, ഞങ്ങളുടെ കൊള്ളി. തൃശ്ശൂരൊക്കെ കൊള്ളി എന്ന് പറയാ. ചിന്നൂരിന്റെ നാട്ടിലൊക്കെ കപ്പ എന്ന് പറയാ കേട്ടോ. എല്ലാവരും കണ്ടോളൂ, എല്ലാവരും കണ്ടോളൂ. അതെ, 2 കൊള്ളി. ചില നാട്ടിൽ മരച്ചീനി എന്നൊക്കെ പറയുന്നുള്ളൂ, ചില എവിടെയൊക്കെ ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ അവിടെ എന്താന്ന് പറയുന്നത് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. തീർച്ചയായും കമന്റ് ചെയ്യണം. ഓക്കെ, ഉറപ്പായിട്ടും. എല്ലാവരും പറയണേ. അപ്പൊ ഞങ്ങളുടെ അവിടെ കൊള്ളി, നിങ്ങളുടെ അവിടെ മരച്ചീനിയാണോ കപ്പയാണോ ഈ വേറെ വല്ല പേരുണ്ടെങ്കിൽ അതും പറയണം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ശരിയാക്കട്ടെ. ഇന്ന് എല്ലും കപ്പയും ചിന്നിൻ്റെ ഭാഗം സെറ്റായിരിക്കും. അവൾ ശരിക്കും ഉണ്ടാക്കുകയൊക്കെ ചെയ്യട്ടോ, അടിപൊളിയായിരിക്കും. അവരൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ചിന്നു കേട്ടോ ബാക്കിയുള്ള പരിപാടികൾ. ഞാനും കട്ടിയും ജസ്റ്റ് ഒന്ന് നേരാക്കി കൊടുക്കുക. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്തേക്ക് പോവാം. ഓക്കെ അല്ലേ? ഞങ്ങൾ കപ്പ റെഡിയാക്കാം കേട്ടോ. ഞങ്ങൾ കറക്റ്റായിട്ട് ഇങ്ങനെ ആക്കണം. നമുക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഒന്നുമില്ല. എന്നാലും നമ്മളത് അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ വെട്ടി ശരിയാക്കും. വെട്ടുക. അത് കുറച്ച് ഇതൊക്കെ കേടായിരിക്കുക. ചെറിയ മണ്ണൊക്കെയുള്ള ഭാഗമുണ്ട്. അത് നമ്മളൊന്ന് മെല്ലെ കട്ട് ചെയ്ത് കളയണം. പിന്നെ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാലേ, നമ്മൾ ചിന്നു എല്ലുകറി വേവിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് വേണമെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം, അടുപ്പത്ത് വെച്ചത് നമുക്കൊന്ന് കാണാം. ഓക്കെ, അപ്പോൾ ഞാനതൊന്ന് ശരിയാക്കട്ടെ. ഓക്കെ. ചില ഉള്ളിലൊക്കെ നല്ല ചോപ്പായിരിക്കും. അത് ഇതെങ്ങനെ അങ്ങനെ ആക്കിയാൽ പെട്ടെന്ന് അങ്ങനെ വരും. കേട്ടോ കേട്ടോ കണ്ടോ, തൊലി വരുന്നുണ്ടോ? ഇതൊക്കെ ഭയങ്കര ഇഷ്ടം അങ്ങനെ അങ്ങനെ തൊലി പൊളിക്കാം. കണ്ടോ, നേരെ കാണിച്ചു കൊടുത്തേ. കണ്ടോ, ഇങ്ങനെ തൊലി പൊളിക്കണം. ചിലത് എത്ര വെട്ടിയാലും തൊലി വരില്ല. എല്ലാം കൂടി മിക്സ് ചെയ്യുന്നുണ്ട്. ഇതാകുമ്പോൾ കറക്റ്റായി വരും. കണ്ടോ, ചെറുതായിട്ട് ഉള്ളി കറക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് കടയിൽ നമ്മൾ അവർ എടുത്തു തരാൻ പറയുമ്പോൾ എടുത്തു തരാനല്ലേ. നല്ലതാണോ പൊട്ടാൻ ഞാൻ നോക്കിയില്ല. വെച്ചിട്ടാ ഇന്നെന്താ വെച്ചിട്ടാ നമ്മുടെ സ്പെഷ്യലി എല്ലും കപ്പയും. അവരോട് പറയും എല്ലും കപ്പയാ പറയും. നിങ്ങളവിടെ എന്താ പരിപാടി? നിങ്ങളവിടെ എന്താ പറയാ ചോദിക്കി? കപ്പയ്ക്ക് പേരെന്താ ചോദിച്ചേ? കപ്പന്റെ പേര് പറയൂ. നിങ്ങളുടെ അവിടുത്തെ അവിടെയൊക്കെ എന്താ പറയാ ചോദിക്കും കപ്പയ്ക്ക്? കപ്പയ്ക്ക് പേര് നമ്മുടെ അവിടെ തൃശ്ശൂരൊക്കെ കൊള്ളി ഇല്ല പൊന്നെ. കോട്ടയത്ത് എന്താ പറയാ? ജയന്തമ്മൻ്റെ അവിടെ എന്താ പറയാറ്? കപ്പന് കപ്പാന്നല്ലേ പറയാറ് അവിടെ. ചിന്നുവിൻ്റെ മറ്റേ എല്ലും കപ്പ അവിടെ വിസിലടിക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു 5 വിസിലൊക്കെ ആകുമ്പോൾ റെഡി ആവുമെന്ന് വിചാരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് അപ്പോഴേക്ക് ഈ പരിപാടി വേറെ സെറ്റ് ചെയ്യണം. അത് അവിടെ ആകുമ്പോഴേക്ക് അല്ലെങ്കിൽ ചിന്നുവിൻ്റെ കേക്ക് എനിക്ക് വേറെ സെറ്റാക്കി കൊടുക്കണം. എന്നാലും നമുക്ക് പടപെടാൻ പരിപാടി കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് സ്പീഡ് വർക്കിലാണ് കേട്ടോ. സെറ്റപ്പെടാന്നാവട്ടെ എല്ലാ കാര്യങ്ങളും. ഓക്കെ, നമ്മളെ കപ്പയിൽ ചേർക്കാനുള്ള എല്ല് കറി അവിടെ വിസിലടിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഗ്യാസിൽ വെക്കുന്നതിന് മുന്നേ കാണിക്കാൻ പറ്റില്ല കേട്ടോ. സംഭവം എല്ലാം വിസിലടിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം സെറ്റാണെന്ന് വിചാരിക്കണം. അപ്പോൾ ഓക്കെ, നമ്മൾ നേരം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് കഴുകാം. നല്ല വൃത്തിയായി കഴുകിയെടുക്കാം. കഴുകിയിട്ട് നമുക്ക് ഇതിലിടാം. ഓക്കെ, വരൂ കമ്മൺ വരൂ, എല്ലാവരും വരൂ. ഇത് കഴുകിയിട്ട് നമുക്ക് ഇതിലേക്ക് ഇടാം. ഓക്കെ, കഴുകാട്ടോ. അത് സെറ്റായി കഴുകിയെടുക്കാം. ഞാനിപ്പോൾ പൈക്കും ചോട്ടി വെച്ച് അങ്ങനെ കഴുകാമല്ലോ, സിമ്പിളല്ലേ. അതുകൊണ്ട് ഞാൻ ഇവിടെ കൊണ്ട് വെക്കും കേട്ടോ. നമ്മൾ അലക്കലൊക്കെ ഇവിടെ തന്നെയാണ്. പക്ഷെ ഞാനിത് ഇതാകുമ്പോൾ നമുക്ക് വലിയ കുഴപ്പമില്ല. കഴുകിയെടുക്കാം. അങ്ങനെ സൗണ്ട് വരാം അങ്ങനെ കേട്ടോ.
കണ്ടോളൂ കണ്ടോളൂ എല്ലാവരും കണ്ടോളൂ കഴുകുന്നത് കഴുകുന്നത് കണ്ടോളൂ കൊള്ളി കഴുകാലോ. നിങ്ങളുടെയൊക്കെ കപ്പ എല്ലും കറിയും കപ്പയും വെക്കുമ്പോൾ കപ്പ എത്ര വലുതാക്കുമോ? ഞാൻ ഇപ്പോൾ തട്ടിമുട്ടി ആക്കിയതാട്ടോ. ചെറുതാണോ വലുതാണോ ഞങ്ങൾക്ക് എന്തായാലും ഉടയ്ക്കാവുള്ളല്ലേ, അപ്പം കുഴപ്പമില്ലോ. അത് ഞങ്ങളുടെ മറ്റേ കണ്ണിമാങ്ങി ഉണ്ടായതാട്ടോ. അത് കഴിഞ്ഞ പോലും ഉണ്ടായി. പക്ഷെ അവിടെ കുരങ്ങന്മാർ വരുന്നതായിരുന്നേ. ഇതാ മുകളിൽ കുറച്ചുണ്ടായിരുന്നു. അവിടെ അത് കുരങ്ങന്മാർ വന്ന് കൊണ്ടുപോയി. നമ്മുടെ ആദ്യം ഒരു മാവ് ഉണ്ടായിരുന്നു നമ്മുടെ അപ്പുറത്തെ സൈഡിൽ, മതിലിൻ്റെ സൈഡിലേ. അത് ഇഷ്ടംപോലെ വാങ്ങിയായിരുന്നു. പക്ഷേ അവർക്ക് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവേണ്ടിട്ട് നമ്മളത് മുറിച്ചു. അപ്പോൾ ഇതിലിപ്പോൾ കുറച്ച് കൊല്ലമായിട്ട് ഉണ്ടാവുന്നുണ്ട് അല്ലേ, കുറച്ച് കൊല്ലങ്ങളായിട്ട് ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ കപ്പ കഴിഞ്ഞതിൻ്റെ ഇടയിൽ ഞാൻ അതുകൂടെ ഒന്ന് കാണിച്ചു തരാൻ വിചാരിച്ചിട്ടോ. എന്നിട്ട് നമുക്ക് കയ്യെത്തും. കുരങ്ങന്മാർ വന്ന വിഷയമാണ്, നമ്മളിത് നോക്കണം, എന്നാലേ കിട്ടുള്ളൂ. നമുക്ക് തലേക്കുന്നത് വയ്ക്കുക. എന്തായാലും നമ്മുടെ മാവ് എന്തായാലും ഞാൻ പണ്ട് കുച്ചിട്ട മാവാട്ടാക്കോ, അതൊക്കെ വേറെ കാര്യം. ഇതൊക്കെ ഞാൻ കുച്ചിട്ട സാധനങ്ങളാണ്. പേരിനൊക്കെ കുറേ പ്ലാവ് ചക്കയൊക്കെ ഉണ്ട്. ഞങ്ങൾ ആ ചക്ക ഉണ്ടോ, ഇത് ആ പ്ലാവ് കണ്ടോ, ആ പ്ലാവ് ആണെങ്കിൽ ഇഷ്ടംപോലെ ചക്ക ഉണ്ടായിരുന്ന. അതിൻ്റെ കൊമ്പടിച്ചു പിന്നെ ആ സാധനം ഉണ്ടാവില്ല. നല്ല വരിക്കച്ചക്ക അടിപൊളി ചക്കയായിരുന്നത്. അതിലിപ്പുറത്തുണ്ട്, അത് വരിക്കച്ചക്കയാണ്. പക്ഷേ മറ്റേ കുറച്ചും കൂടി ടേസ്റ്റും കുറേ ഉണ്ടാവുള്ളൂ. ഇതിൽ കുറച്ച് ഉണ്ടാവുള്ളൂ. അത് ഉണ്ടാവുകയായിട്ട് മേലെയൊക്കെ ഉണ്ടാവും. പിന്നെ ഇവന് വരുന്നുണ്ട്, ഇവന് വലിയ കുഴപ്പമില്ലാണ്ട്. അമ്മ ഇതിൽ കുരുമുളക് കയറ്റി വിട്ടിരിക്കണേ. കുരുമുളകൊക്കെ പറിക്കും. ഞാൻ അന്ന് കുരുമുളക് ഉണക്കട്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കുരുമുളക് കാരണം പ്ലാവാണോ കുരുമുളകാണെന്ന് ആർക്കും പെട്ടെന്ന് അറിയില്ല. ഇത് പ്ലാവാട്ടോ. അമ്മ ഇത് കുരുമുളക് കയറ്റി വിട്ടിരിക്കുക പള്ളിയെ. ഇതിലാണെങ്കിൽ എല്ലാ കൊല്ലം ചക്ക ഉണ്ടാവുന്നതാണ്. താഴെയൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും കേട്ടോ. പക്ഷേ ഈ ചക്കയ്ക്ക് ഒരു പ്രത്യേക കുറച്ച് ബലമാണ് അല്ലേ, അങ്ങനെ എന്തോ ഈ ചക്കയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. കൂടുമ്പോഴാണോ 1.5 കൊല്ലം കൂടുമ്പോൾ ഉണ്ടാവുകയാണോ, അങ്ങനെ എന്തോ ഒരു സംഭവം. 1 കൊല്ലം കൂടുമ്പോൾ ഉണ്ടാവും അല്ലേ, അങ്ങനെയൊക്കെയാണ്. പേരിനതാ 2 മാവുണ്ട്, 3 മാവുണ്ട് പേരിന്, 4 പ്ലാവുണ്ട്. പക്ഷേ ചക്ക നല്ലോണം തരുന്നവന് ഇപ്പോൾ കൊമ്പടിച്ചപ്പോൾ അവൻ്റെ കാര്യം കഷ്ടത്തിലായി. നമുക്കിപ്പോൾ ഇവിടെ നമ്മുടെ കണ്ണിമാങ്ങ കുറച്ച് ഉണ്ടായിട്ട് മാത്രം. അപ്പോൾ കുരങ്ങന്മാർ വന്നാൽ അത് കിട്ടുമില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞ് മാങ്ങ കഥയും മാവിൻ്റെ കഥയും പ്ലാവിൻ്റെ കഥയിലോട്ടൊക്കെ പോയി. സോറി. അപ്പോൾ എന്തായാലും നമ്മളിതാ വീണ്ടും നമ്മുടെ കാര്യത്തേക്ക് കിടക്കാം. ഒരേ കഴുകില വിചാരിക്കില്ല എല്ലാവരും. കഴുകിലൊക്കെ തന്നെ. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ കുറച്ച് നേരം നാട്ടു വർത്തമാനത്തേക്ക് പോയില്ലേ, അതിൻ്റെ ഇടയിൽ അപ്പോൾ ഒരു മണ്ണും ചളിയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സെറ്റ് ചെയ്തിട്ട് ഇടാം. വിളവിള. ഓക്കെ. ലിച്ചുട്ടനാണെങ്കിൽ ആ മാങ്ങ ഒരു വടി എടുത്തിട്ടേ ഈ താഴെ ഉള്ളതുകൊണ്ടേ ഒരേ തല്ലി കളയുക. ഞാൻ പറഞ്ഞത് കുഞ്ഞത് വലുതായിട്ട് നമുക്ക് ആക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇല്ലാത്തപ്പോൾ വടിയൊക്കെ എടുത്തിട്ട് ഇപ്പോൾ ആ സാധനം പൊട്ടിക്കുക. മാറ്റി ശല്യം വേറെ. ലിച്ചുട്ടനാണെങ്കിൽ ആ താഴെ ഉള്ളതൊക്കെ പൊട്ടിക്കുക. എന്താ ചെയ്യുക? കേട്ടാ ലിച്ചുട്ടിൻ്റെ വികൃതി കണ്ടോ. ലിച്ചുട്ട് അങ്ങനെയാണ് മാങ്ങ പറിക്കുക. നോക്കിയോ, കണ്ടോ നോക്കിയോ. അവിടെ നിന്ന് വീണ്ട കേട്ടോ. വേണ്ട മതി ഇതാ പോയി. നമ്മുടെ നമുക്ക് മാങ്ങ ഉണ്ടാവില്ല കേട്ടാ. അത് വലുതാവണം കേട്ടോ. അത് മൊത്തം പറിച്ചാൽ പിന്നെ വലുതാവുമ്പോൾ എത്ര മാങ്ങ കണ്ണിമാങ്ങ. മതി എൻ്റെ മതി ശരിയാവും. പെറുക്ക് തിന്നാ. നീ കളയല്ലേട്ടാ. അച്ഛമ്മ വന്ന് ഓടിക്കുന്നില്ലേ. മാമ എണീറ്റ് നോക്കി. മാമൻ എണീറ്റാ. നോക്കാം കഴി കഴിഞ്ഞിട്ട് ആ ചെറിയ വർഷം വായിലിട്ടുണ്ട്. നമുക്കിത് നല്ല പോവാം. വെച്ചിട്ടോ വരൂ എല്ലാവരും വരൂ. എന്ത് കാര്യം നമ്മൾ ചിന്നും ബീഫൊക്കെ റെഡിയാക്കി വെച്ചിട്ടോ. വാ കാണിച്ചു തരാം. വരട്ടി വെച്ചിട്ടുണ്ട് ബീഫ്. നമ്മൾ ഈ ഉരുളിയിൽ
ഇതിൻ്റെ ഉരുളിയിൽ വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് കേട്ടോ. നിങ്ങൾ കയ്യിലാണ് വയ്ക്കാറ് വരട്ടലൊക്കെ? എൻ്റെ ഒരു സൂപ്പറാണ്. അതെ, ഞാൻ മറ്റേ കപ്പ അടുപ്പത്ത് വെച്ചുട്ടോ. ഞാൻ എന്തായാലും ഗ്യാസിൽ വെക്കണ്ട, അടുപ്പത്ത് വെക്കാൻ വിചാരിച്ചു. അപ്പോൾ അതാണ് നമ്മുടെ വെളിയിൽ അടുപ്പാണ്. ഇതൊക്കെ ഫുള്ള് നമുക്ക് പിന്നെ ഒരു ഡീറ്റെയിൽ ആയിട്ട് പിന്നെ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ വലുതായിട്ട് കാണാനൊന്നുമില്ല എന്നാലും. അപ്പോൾ ഞാൻ എന്തായാലും ചിന്നോട് പറഞ്ഞു, ചിന്നു അവളവിടെ എല്ലും കപ്പയും അവിടെ വേവിക്കാൻ വെച്ചിരിക്കുക ഗ്യാസിൽ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് ഇവിടെ അടുപ്പത്ത് വെക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടാ. എല്ലാവരും കണ്ടോളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും മൂടി വെക്കാം കേട്ടോ. എന്നിട്ട് മൂടി വെക്കട്ടെ. ചിന്നോട് അടച്ച് വെക്കുന്ന ആൾ. അപ്പോൾ അങ്ങനെയൊക്കെ മൂടിയൊക്കെ വെച്ചാൽ ശരിക്കും കൂടെ വേവട്ടെ കേട്ടോ, നല്ലോണം വേവട്ടെ. നമ്മുടെ കപ്പ വെന്ത് വരുന്നുള്ളൂ കേട്ടോ. ഇത് ഇളക്കി കൊടുക്കട്ടെ. നമ്മുടെ അടുപ്പിൽ വേവിക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ് ശരിക്കും അല്ലേ. വെള്ളമൊക്കെ മതിയെന്ന് തോന്നുന്നു. ചിന്ന അവിടെ എല്ലുകപ്പ വേവിക്കുന്നതിൻ്റെയൊക്കെ തിരക്കിലാട്ടാ. അപ്പോൾ ഞാനൊന്ന് സഹായിക്കണം. നമുക്ക് പിന്നെ കുക്കിംഗ് ചെയ്യാൻ ഇഷ്ടമാണ്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇതൊന്ന് വേവട്ടെ, എന്തായാലും കുറച്ച് നേരം കൂടി വേവട്ടെ, എന്നിട്ട് നമുക്ക് സെറ്റാക്കാം. ഓക്കെ, തിളയ്ക്കുന്നതിൻ്റെ സൗണ്ട് കേട്ടാ, കിളു. ഈ തീയൊക്കെ നല്ല ചുവപ്പ് നിറം. അപ്പോൾ നമ്മുടെ കപ്പ വെന്തുണ്ട് കേട്ടോ. ഞാൻ അടുപ്പിൽ നിന്ന് ഇറക്കണമെന്നൊന്നും എടുക്കാൻ പറ്റില്ല. ഓക്കെ, എന്താ സംഭവമൊക്കെ സെറ്റായിട്ടുണ്ട്. ഇത്തിരി വേവ് കൂടിയോന്നൊരു സംശയം, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്കിനി ബാക്കി കാര്യങ്ങൾ കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ഉച്ചക്കത്തേക്കുള്ള മോര് കാച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ബീൻസ് ഉപ്പേരിയും അപ്പുറത്തുണ്ട്. നേരത്തെ നമ്മൾ ബീഫ് കാണിച്ചെന്നല്ലോ ചിന്നു. പിന്നെ അതവിടെ ഉണ്ട് ബീൻസ് ഉപ്പേരിയും വെച്ചിട്ടുണ്ട് ചിന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഇന്ന് സൺഡേ സ്പെഷ്യൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ കറികളെല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സൺഡേ ആയിട്ട് ഇതാ ബീഫുണ്ട്. എന്തായാലും നമ്മൾ തൈര് കാച്ചി അടച്ചിന്നു എല്ലാം അവിടെ വെച്ച് തന്നെ. അപ്പോൾ തൈര് കാച്ചിട്ടുണ്ട്, ഇതാ ബീഫ് വരട്ടിയിട്ടുണ്ട്. പിന്നെ ബീൻസാണ്, നമ്മൾ ബീൻസ് ഉപ്പേരിയാണ്, മെഴുക്ക് വരട്ടി എന്നൊക്കെ പറയും. ഞങ്ങൾ ബീൻസ് ഉപ്പേരി, ഞങ്ങൾ എന്ത് വെച്ചാലും അവിടെ ഉപ്പേരി എന്നാട്ടേ പറയുള്ളൂ. നിങ്ങളുടെ അവിടെ എന്താണെന്ന് പറയണമെന്ന് പറയണേ, കമൻറ്റ് ഇടണേ. ഓക്കെ, ഇത് ബീൻസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ വെളിയിൽ ഇരുന്നിട്ട് കഴിക്കുക. ഇവിടെ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖമാണ് ഈ കസാരയിൽ ഇങ്ങനെ. അപ്പോൾ ഇവിടേക്ക് ഇരുന്ന് കഴിക്കുമ്പോൾ കുറച്ച് ശുദ്ധമായൊക്കെ കിട്ടുമല്ലോ. അല്ലാണ്ട് ഇപ്പോൾ നമ്മളവിടെ ടേബിളിൽ 4 കസേര നേരത്തെ അവിടെ ഇരിക്കുക, എനിക്കത് ഒരു താല്പര്യമൊന്നുമില്ല. ഇവിടേക്കാണ് ഇരിക്കുന്ന ഒരു സുഖം. അപ്പോൾ നമുക്ക് കഴിക്കാം. ഓക്കെ, എല്ലാവരും കഴിച്ചോളൂ. ബീഫ് വേണ്ടാതൊക്കെ പറഞ്ഞിട്ടാണ് കുറച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ചിന്നു എല്ലാം അടുപ്പത്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. സവോള, ഇഞ്ചി, കറിവേപ്പില ഒക്കെ എണ്ണയിലിട്ട് വാട്ടിയെടുക്കണം. ശരിക്കും അവിടെ വാടട്ടെ. ശരിക്കും അവിടെ വാടട്ടെ അല്ലേ. അപ്പോൾ നമ്മളിത് ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ, ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. നമുക്ക് പൊടിയൊക്കെ ചേർത്താം കേട്ടോ. പൊടികളൊക്കെ ചേർത്ത് സെറ്റ് ചെയ്യാം. ഓക്കെ, അടുത്ത പൊടി ചിന്നിടാൻ പോണ്. എന്താ ഫസ്റ്റ് മഞ്ഞപ്പൊടിയാണ്, മഞ്ഞപ്പൊടി ഒരു 1/4 ടീസ്പൂണ്. ഓക്കെ കേട്ടോ, പൊടിയല്ല കേട്ടോ, എന്നിട്ട് ഇളക്കാം. ഞാൻ വേണേ ഇളക്കാം കേട്ടോ, കുഴപ്പമില്ല. നമ്മൾ ഇതിൻ്റെ പച്ചമണമൊക്കെ പോണവരെ ഇളക്കി കൊടുക്കുക. ഇനി ഒരു കുറച്ച് ബീഫ് മസാല കൂട്ടി. ഓക്കെ, ബീഫ് മസാല ഇട്ടുണ്ട് കേട്ടോ.
അല്ലെങ്കിൽ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പണിയാവും. അത് നമ്മുടെ സാധനം തട്ടിയിട്ടുണ്ട്. നമ്മുടെ കുക്കറിൻ്റെ ഉള്ളിൽ സാധനം ഇരിക്കുന്നുണ്ട്, നമ്മുടെ പ്രധാനപ്പെട്ട സാധനം. രാവിലെ നമ്മൾ വേവിച്ച് വെച്ചല്ലോ. ഇല്ല ഓക്കെ. സൂപ്പർ അടിപൊളി. ഓക്കെ, ഇതിൽ കൊട്ടുണ്ട്. ഇളക്കിയാണ് കൊടുക്കണം നമ്മൾ. ഇതോടെ ആക്കിയോ? എല്ല് വെള്ളമെല്ലാം ഇട്ടിട്ടുണ്ട്. കുറച്ച് വെള്ളം നമ്മൾ ചേർത്തിട്ടുണ്ട് കേട്ടോ, നമ്മൾ സെറ്റാവാനേ. അല്ലെ കപ്പ ചേർത്തുമ്പോൾ ഒന്നുമില്ല, ഒരുപാട് വെള്ളം ആവല്ലേ. അതിൻ്റെ ഗ്രേവിയൊക്കെ നമുക്ക് ഇറക്കി കിട്ടണ്ടേ. അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. തീ നല്ലോണം ഒന്ന് കത്തിയിട്ടേ തിളക്കട്ടെ, ഇത് തിളച്ച് വരട്ടെ. ഓക്കെ, അത് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അതാ ആവിയൊക്കെ വരുന്നുണ്ട്. തുറക്കാം. യെസ്, തിളക്കുന്നുണ്ട്. ശരിക്കും ഇളക്കി കൊടുക്കണേ. തിളച്ചു കേട്ടോ, നല്ലോണം തിളച്ചു. അങ്ങോട്ട് നമ്മൾ എടുത്തിട്ട് വന്നിട്ട് കേട്ടോ. ഇനി നമുക്ക് ഈ സാധനം അതിൽ വിടണം. ഭയങ്കര വില കേട്ടോ, നേരത്തെ നമ്മൾ ആക്കി വെച്ചല്ലേ. നമുക്ക് അതിൽ സെറ്റ് ചെയ്യാം. എല്ലാം കൂടെ ഒരുമിച്ചിട്ടാ പണിയാവോ. ഓക്കെ, നമ്മൾ ഈ സാധനം നമുക്ക് എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഞങ്ങൾ കുറച്ച് വെള്ളത്ത് പോലെ ആക്കി വെച്ചാൽ എന്താ പറയുക, നമുക്ക് ആ ചാറ് ഗ്രേവിയൊക്കെ കൊണ്ട് ശരിക്കും അതിൽ പിടിക്കുമല്ലോ. അത് ഞങ്ങൾ കുറച്ച് ചാറ് പോലെ അങ്ങോട്ട് സെറ്റാക്കിയത്. കുറച്ച് വെള്ളമേ അത് ഞങ്ങളുടെ അതിൽ അടുപ്പത്തിരുന്ന് വറ്റിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ ഏകദേശം എല്ലാം സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിതാ നമ്മൾ ചെറുതായിട്ടൊന്ന് കുത്തി ഒന്ന് ഉടച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടെ ഒട്ടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടെ സെറ്റായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി കുറച്ച് സവാളയൊക്കെ അതിൽ കൂടെ വെതറാട്ടാ. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വെതറുക. അപ്പോൾ നമുക്കൊന്ന് അടച്ച് വെച്ചാൽ ഒരു 1 മിനിറ്റ് 2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് അടച്ച് വയ്ക്കുക. ഇളക്കണ്ട, ഇളക്കാനൊന്നും പറ്റില്ല കേട്ടോ. സംഭവം സെറ്റാക്കിയിട്ട് കേട്ടോ. നമ്മുടെ സൺഡേ സ്പെഷ്യൽ എല്ലും കപ്പയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ പോയി ടേസ്റ്റ് നോക്കട്ടെ. ഓക്കെ ബൈ.